എല്ലാവർക്കും നമസ്കാരം. മറുനാടിന്റെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ജഗത് ജയപ്രകാശാണ് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത്, കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബെറ്റർ ലൈഫ് അല്ലെങ്കിൽ സാലറി വൈസ് മാത്രമല്ല, അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ തേടിയാണ് പലപ്പോഴും വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത്. പ്രത്യേകിച്ച് കാനഡ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ കാനഡയെ പോലെ തന്നെ വിദ്യാർത്ഥികളെല്ലാം ആശ്രയിച്ച ഒന്നായിരുന്നു UK. അല്ലെങ്കിൽ കുറെ അധികം ആളുകൾ ഇവിടുത്തെ പഠനമൊക്കെ ശേഷം, പ്രത്യേകിച്ച് ഈ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള നേഴ്സസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ റെഡിറ്റിൽ ഒരു വലിയ പോസ്റ്റ് വരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പറഞ്ഞത്, ഇനി നിങ്ങൾ UK-യിലേക്ക് ഈ ഹെൽത്ത് സെക്ടറുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയി വന്നതിന് ശേഷം UK-യിൽ സെറ്റിൽ ആകാമെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്, അങ്ങനെയൊന്നില്ല, വലിയ സ്റ്റുഡന്റ് സ്കാം ആണ് ഇവിടെ നടക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ടായിരുന്നു. ജഗത്ത്, എന്റെ ചോദ്യം, സത്യത്തിൽ സ്റ്റുഡന്റ് വിസ എന്ന് പറയുന്ന UK-യിൽ നിലവിൽ അതൊരു സ്കാം ആയി മാറുന്നില്ലേ എന്നാണ്. ഈ ക്വസ്റ്റ്യൻ കാനഡ കോണ്ടെക്സ്റ്റ് ആണെങ്കിലും UK കോണ്ടെക്സ്റ്റിലാണെങ്കിലും വളരെ വാലിഡ് ആണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമൺവെൽത്ത് രാജ്യങ്ങൾ UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇംഗ്ലീഷ് ആണ് അവിടുത്തെ മെയിൻ ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പം ഈ രാജ്യങ്ങൾക്ക് പൊതുവേ ഒരു നയം ഉണ്ട്, അവർക്കൊരു നയമുണ്ട്. അപ്പം UK ആണെങ്കിലും കാനഡ ആണെങ്കിലും ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവരുടെ ഒരു ലോക്കൽ മാർക്കറ്റിന്റെ ഒരു ആവശ്യാനുസരണമാണ് അവര് ഇമിഗ്രൻസിനെ കൂടുതലായിട്ട് അവരുടെ രാജ്യത്തേക്ക് എടുക്കുന്നത്. അപ്പൊ കോവിഡിന് മുന്നേ തന്നെ ഏകദേശം ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ, ഇപ്പം കാനഡ, UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു പൊതുവേ ഉള്ള ഒരു വർക്ക് ഫോഴ്സ് റിലേറ്റഡ് ഷോർട്ടേജ് സംഭവിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവര് ലിബറൽ നയങ്ങൾ സ്വീകരിച്ച ശേഷം അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ലിബറൽ നേതാക്കളാണ് ഇതിനെല്ലാം പൊതുവെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആ ഫ്രെയിംവർക്കിന്റെ പുറത്താണ് 2015 ശേഷമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ശരിക്കുള്ള ഒരു ഇൻഫ്ലക്സ് തുടങ്ങുന്നത് തന്നെ. പക്ഷേ ഇത് കൂടുതൽ ത്വരിതപ്പെടാൻ കാരണം കോവിഡാണ്. കോവിഡിന് ശേഷം കാര്യമായിട്ടുള്ള ഒരു ക്രൈസിസ് ഹെൽത്ത് കെയർ മേഖലയിൽ ഈ 4 രാജ്യങ്ങളിൽ ഉണ്ടാവുകയും ഇവർ കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അവർ പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ട് എടുത്ത പ്രൊസീജിയർ എന്ന് ഞാൻ പറയത്തില്ല. പകരം അവർ കുറച്ച് മെട്രിക്സ് ഉണ്ട്, ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് അനുസരിച്ചിട്ടാണ് അവര് ഇതിനെ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ രാജ്യങ്ങൾ അങ്ങനെ ഒരു മെട്രിക്സിന്റെ പുറത്താണ് പ്രധാനപ്പെട്ട ഹെൽത്ത് കെയർ, അല്ലെന്നുണ്ടെങ്കിൽ ലേബർ ഷോർട്ടേജ്, അല്ലെ എഡ്യൂക്കേഷൻ തുടങ്ങിയ മാനദണ്ഡങ്ങൾ ഈ ഒരു സ്കെയിലിന്റെ പുറത്താണ് അവർ സ്വീകരിക്കുന്നത്. ഇതിനെ തുടർന്നിട്ടാണ് അവര് നയങ്ങൾ ലിബറലാക്കിയതിന് ഭാഗമായിട്ട് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ക്രൈസിസ് ഉണ്ടായതിനെ തുടർന്ന് അവരുടെ സ്റ്റാൻഡേർഡ്സ് ലോവർ ചെയ്ത സമയത്ത് പല ആൾക്കാർക്കും ഈസിലി അങ്ങോട്ട് ആക്സസിബിൾ ആയി. പണ്ടൊക്കെ UK-യിൽ പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ IELTS മസ്റ്റ് ആയിരുന്നു. ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന IELTS ഹൈ സ്കോർ വേണമായിരുന്നു. അവർ അറ്റ്ലീസ്റ്റ് ഒരു ഹൈ ബെഞ്ച് മാർക്ക്, ഒരു 7 points ഒക്കെ മേളിലോട്ടുള്ളവർക്ക് മാത്രമേ IELTS പോകാൻ പറ്റത്തുള്ളായിരുന്നു. പിന്നീട് അത് കുറച്ചുകൂടെ വാട്ടർ ഡൗൺ ചെയ്തു. അവർക്ക് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സിൽ മൾട്ടിപ്പിൾ ടെസ്റ്റുകളുടെ സ്കോറുകൾ ക്ലബ് ചെയ്ത ശേഷം അങ്ങനത്തെ ഒരു സ്കീം വന്നു. അതിനുശേഷം ഈ കെയറർ വിസയുടെ കാലഘട്ടമായപ്പോഴത്തേക്കും IELTS മാൻഡേറ്ററി എന്നുള്ളത് പോലും അവർ വാട്ടർ ഡൗൺ ചെയ്തു. IELTSന് വലിയ മാർക്ക് വേണ്ട. പിന്നെ അത് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ഇഷ്ടം പോലെ ഏജൻസികൾ ഇങ്ങനത്തുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ വന്നു. എല്ലാവരും ചൂഷണത്തിന് ഇരയായെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഈ ഏജൻസികളെല്ലാം അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിപ്പം സ്റ്റുഡന്റ് വിസയാണെങ്കിലും വർക്ക് വിസയാണെങ്കിലും എന്ത് വിസയാണെങ്കിലും നമ്മളോട് അവർ വളരെ മധുരവർത്താനങ്ങൾ പറഞ്ഞ ശേഷം നമ്മുടെ കയ്യിലുള്ള പൈസ അവർ വാങ്ങിക്കും. അതിനുവേണ്ടി അവർ എന്തൊക്കെ റീസണിങ് വേണമെങ്കിലും അതിനുവേണ്ടി അവർ നടക്കും. സെലക്റ്റീവ് ആയിട്ടുള്ള കേസുകൾ അവരെടുത്ത് കാണിച്ച ശേഷം പറയും, ഇത്ര ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കാം. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആണെന്നുള്ള കാര്യം 90% മലയാളികൾക്കോ അല്ലെ കേരളത്തിലുള്ളവർക്കോ ഇതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ല. നിങ്ങൾ ഏൺ ചെയ്യുന്നതിന്റെ അനുസരിച്ചിട്ടുള്ള ഒരു വലിയൊരു ഫ്രാക്ഷൻ ഓഫ് ദ എമൗണ്ട് നിങ്ങളുടെ അവിടെ ടാക്സ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇപ്പം UK-യിലെ കോണ്ടാക്സിനെ പറ്റി സംസാരിക്കുന്ന ഈ കാനഡയിലെ കോണ്ടാക്സിനെ പറ്റി ഞാൻ സംസാരിക്കും. കാനഡയിലെ പല പ്രൊവിൻസിനും പ്രൊവിൻഷ്യൽ ടാക്സും ഉണ്ട്, പിന്നെ ഫെഡറൽ ടാക്സും ഉണ്ട്.
പ്രൊവിൻഷ്യൽ ടാക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 0% മുതൽ 15% വരെ പ്രൊവിൻഷ്യൽ ടാക്സ് ഉണ്ട്. അതുപോലെ തന്നെ 15% ഫെഡറൽ ടാക്സ് ഉണ്ട്. അപ്പൊ ഓൺ ആൻഡ് ആവറേജ് നമ്മൾക്ക് മിനിമം ഒരു 15 മുതൽ 30% വരെ ടാക്സ് ഒരു നോർമലായിട്ട് ഏൺ ചെയ്യുന്ന വ്യക്തി നമ്മൾ കൊടുക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർഷം ഒരു $30,000 സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു 30% വരെ നമുക്ക് ടാക്സ് ബർഡൻ വരും. അതിനുശേഷം അതിന് മുകളിലോട്ട് സാലറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രൊവിൻസിലെയും ഫെഡറൽ നിയമങ്ങളും അനുസരിച്ചിട്ട് നമ്മുടെ ടാക്സ് അങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഹയർ ഇൻകം ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ ടാക്സ്, അതായത് ഒരു 50% വരെ നിങ്ങൾ ടാക്സ് പോകും. ഇപ്പൊ ടാക്സിനെ പറ്റി ഞാനിത് ഒരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഇൻഡിവിജ്വൽ ഫാമിലി അങ്ങനത്തെ ഉള്ള ഇൻകംസ് എല്ലാം കണക്കിലാക്കിയ ശേഷം നിങ്ങൾക്ക് ടാക്സ് റിബേറ്റ് കിട്ടും, നിങ്ങൾക്ക് ടാക്സ് കട്ട് ലഭിക്കും, റീഫണ്ടും നിങ്ങൾക്ക് ലഭിക്കും. അതൊക്കെ ഇൻഡിവിജ്വൽ കേസ് അനുസരിച്ചിട്ടായിരിക്കും. അപ്പം ഞാനിതൊരു ജനറൽ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞ ഒരു 50% വരെ നിങ്ങൾക്ക് ടാക്സ് പോകും. അപ്പൊ ഇത്രയും വലിയ ടാക്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ കിട്ടുന്ന ഒരു ശമ്പളം, ഒരു UK പോയി കഴിഞ്ഞാൽ ഒരു കേരള വിസയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് വെച്ചാൽ ഒരു 20,000 പൗണ്ട് ശമ്പളമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. 20,000 പൗണ്ട് ശമ്പളത്തിന് ഒരു 5 വർഷം മുന്നേയൊക്കെ ആവറേജ് രീതിയിലൊക്കെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ UK പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശമാണ്. എസ്പെഷ്യലി ഈ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഉണ്ടായ ഹൈ ഇൻഫ്ലേഷൻ വേവില് ഈ രാജ്യത്തെ എക്കണോമികളെല്ലാം വളരെ താറുമാറായിരിക്കുകയാണ്. 1%, 2% ഉണ്ടായിരുന്ന ഇൻഫ്ലേഷൻ 9% വരെ പോയ ശേഷം ഇപ്പൊ 3%-ലെത്തി. CPP നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 3%-ലെത്തിയെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. പക്ഷേ ഇവിടെ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വലിയ ഈ കയറിപ്പോയ സാധനങ്ങളുടെ വിലയൊന്നും പിന്നീട് കുറഞ്ഞായിട്ട് കാണുന്നില്ല. വൺസ് ഈ സ്ഥാനങ്ങളുടെ വില കൂടി, അപ്പം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ 8% അല്ലെങ്കിൽ 9% നിന്ന ഇൻഫ്ലേഷൻ നിന്ന സമയത്തുള്ള അതേ സാധനങ്ങളുടെ വില തന്നെയാണ് ഇപ്പൊ 3%-ലോ അല്ലെ 2%-ലോ. ഇപ്പൊ കാനഡയിൽ ഇപ്പം 2.80% ആണ്, UK നോക്കിക്കഴിഞ്ഞാൽ ഒരു 3%, ഒരു 0.2% മാത്രം വ്യത്യാസമുണ്ട്. അപ്പം അത്ര ഒരു സാധനത്തിന്റെ വില കുറഞ്ഞിട്ടില്ല, കൂടിയ ഒരു സാധനത്തിന്റെ വില കുറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ CPP അല്ലെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ ജസ്റ്റ് കടലാസിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ്. റിയാലിറ്റിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ ടാക്സും ഈ ഹൈ ഇൻഫ്ലേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നെഗറ്റീവ് ബഡ്ജറ്റിലേക്കും അല്ലെന്നുണ്ടെങ്കിൽ ലൈൻ ഓഫ് ക്രെഡിറ്റോ ക്രെഡിറ്റ് കാർഡ് യൂസേജ് ഒക്കെ പോയ ശേഷം ആൾക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്ന സാഹചര്യം വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതുപോലത്തുള്ള സ്കാമുകളിനകത്ത് ചെന്ന് പെട്ട ആൾക്കാർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സഹതപിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. മറ്റോ ഒരു കാര്യവും ഇപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇരുന്ന് മറ്റുള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സകലമാന ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഇപ്പൊ മലയാളികളാണെങ്കിലും മറ്റുള്ള ഇന്ത്യക്കാർ എക്സ്പാർട്സ് ആയിട്ട് ഇവിടെ വന്ന ആൾക്കാരാണെങ്കിലും ഒരു 80-90% ആൾക്കാരും ഈ പറയുന്ന പോലെ പേ ചെക്ക് ടു പേ ചെക്ക് എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവർക്കൊപ്പം സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കും, അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ മറ്റുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റും. അത് 1-2 ആൾക്കാരൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും പരിഹരിക്കാം. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് BBC റിപ്പോർട്ട് അനുസരിച്ച് 1000-ൽ മേളിലും ആൾക്കാർ ഇങ്ങനത്തെ ഉള്ള വിസ സ്കാമുകളിൽ പെട്ട് കുടുങ്ങി കിടപ്പുണ്ട്. എസ്പെഷ്യലി കേരള ജഗത്, വിസയായിട്ട് അവിടെ ഒരു ബന്ധപ്പെട്ട് കുടുങ്ങി പ്രധാനപ്പെട്ട കിടപ്പുണ്ട്. മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് ഇപ്പൊ കെയർ ഹോമുകളെ കുറിച്ച് പറഞ്ഞു. ഈ കെയർ ഹോം ജോലി നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾക്ക് അത്ര വലിയ ഒരു എന്താ പറയാ ഇഷ്ടമുള്ളൊരു ജോലിയൊന്നുമല്ല. പക്ഷെ വിദേശത്താകുമ്പോൾ കെയർ ഹോമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പല ആളുകളും പല ഏജൻസികളും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. കെയർ ഹോമുകളിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടും. കെയർ ഹോം ഒരു ഹെൽത്ത് സെക്ടർ ആയതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് തുടരാൻ സാധിക്കും. അതിവിടെ വലിയ തുകകൾ ജോലിക്ക് വേണ്ടി പഠിക്കാൻ പോയ പല വിദ്യാർത്ഥികളും അവരുടെ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഏരിയയാണ് കെയർ ഹോം എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിൽ ഇതൊരു എന്താ പറയാ പറ്റിക്കലാണ് സത്യത്തിൽ. അവിടെ ചെല്ലുന്നു, അവരവിടെ ചെന്ന് ബുദ്ധിമുട്ടുന്നു. പല യൂട്യൂബേഴ്സും, അതായത് UK സ്റ്റുഡന്റ് വിസയിലൊക്കെ പോയ UK-യിലുള്ള ആളുകളൊക്കെ കരയുന്ന റീൽസ് ഒക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കെയർ ഹോമുകളിൽ ചെന്നു അവർ പ്രായമായ ആളുകൾ ഉപദ്രവിച്ചതും പ്രായമായ ആളുകൾ മുഖത്ത് തുപ്പിയെന്നും അതൊരു വഴിക്ക്. മറ്റൊരു വിഭാഗം പറയുന്ന ആളുകൾ ഈ ഏജൻസികൾ പറയുന്നത് പോലെയല്ല, ഞങ്ങൾക്ക് അത്രയധികം ജോലി സാധ്യതകളോ അതുകൂടെ ലഭിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മറ്റൊരു പെൺകുട്ടിയുടെ ഇന്റർവ്യൂ ഒക്കെ വലിയ രീതിയിൽ വൈറലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. നോക്കൂ, ഈ പഠനത്തിന് ശേഷം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാം എന്നുള്ളതാണ് ഈ വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ഒരു പ്രോമിസിങ്, ഇവിടുന്ന് കിട്ടുന്ന ഒരു പ്രോമിസ് എന്ന് പറയുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല എന്നും ഈവൻ ആഫ്റ്റർ നിങ്ങളുടെ സ്റ്റഡി ശേഷം പോലും ആ ഒരു സുരക്ഷിതത്വം അവിടെ ലഭിക്കുന്നില്ല. PR കിട്ടുന്നില്ല, പെർമനന്റ് റെസിഡൻസി കിട്ടുന്നില്ല, സ്പൗസ് വിസ
ഇപ്പോ നിർത്തലാക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടിയില്ലേ? ഇത് നമ്മളെ ഒരു രണ്ടായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ അനാലിസിസ് ചെയ്യാം. ഫസ്റ്റ് ഒരു സ്റ്റുഡന്റ് ഉം, എന്നുള്ള രീതിയിലും പിന്നെ ഒരു ഉം, വർക്ക് വിസയിൽ എത്തിയ ആളെന്നുള്ള ഫസ്റ്റ് ഞാൻ ഈ സ്റ്റുഡന്റിന്റെ സിനാരിയോ പറയാം. സ്റ്റുഡന്റിന്റെ സിനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു യൂട്യൂബിൽ ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. UK നിന്ന് തിരിച്ചു വന്നു, അവിടെ ഭയങ്കര കഷ്ടപ്പാടാണെന്നുള്ള രീതിയിൽ ഒരു വൈറൽ ഇന്റർവ്യൂ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതൊരിപ്പം നല്ലൊരു വ്യൂസ് കിട്ടിയിട്ടുണ്ട്. 5 ലക്ഷത്തോളം ആൾക്കാരെ ആ വ്യൂ കണ്ടിട്ടുണ്ട്. പലരും അതിന്റെ അടിയിൽ പല പല കമന്റുകളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോ കാണാനിടയാതെ ഒരു 3-4 ദിവസം മുന്നെയാണ്. അപ്പം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതേ സിറ്റുവേഷൻ UK സിറ്റുവേഷൻ തന്നെയാണ് കാനഡയിൽ സംഭവിക്കുന്നത്. UK സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ സാച്ചുറേറ്റഡ് ആയി. കാനഡ പോലെ തന്നെ അവിടെ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു. UK ലണ്ടൻ ആണെങ്കിലും ടൊറന്റോ ആണെങ്കിലും ഏകദേശം ഒരേ സാഹചര്യം തന്നെ ഇപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിലും ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഹൗസിംഗ് ക്രൈസിസിനെ കുറിച്ചിട്ടും ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷനെ കുറിച്ചും ഒക്കെ നേരത്തെ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ തന്നെ ഒരു നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ UK നമ്മൾ ചെന്നിട്ട് PR അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മിനിമം 5 years എടുക്കുമെന്നാണ് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്. അത് മാത്രമല്ല 5 years കൊണ്ട് മാത്രം കിട്ടത്തില്ല, അതിന് പല ചെക്ക് ബോക്സുകളും പല നിബന്ധനകളും ഉണ്ട്. അപ്പൊ അതിനെ ബന്ധപ്പെട്ട് ഇപ്പൊ കെയറർ എന്നുള്ള രീതിയിലാണ് കുട്ടികൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു ജോബ് എന്നുള്ളത്. കാരണം അതിനൊരു പ്രോസ്പെക്ട് ഉണ്ടായിരുന്നു. കാരണം UK തദ്ദേശീയരായിട്ടുള്ള വെള്ളക്കാരൊന്നും കെയറർ ജോബിനൊന്നും വരത്തില്ല. അല്ലെ കാനഡയിലായിട്ടുള്ള വെള്ളക്കാർക്ക് ഇങ്ങനത്തുള്ള ജോബുകളൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല. കാരണം അത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സുള്ള ജോബാണ്. പിന്നെ നല്ല രീതിയിലുള്ള ശാരീരിക അധ്വാനം വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൾഡ് ഏജ് ആൾക്കാരുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ രോഗികളുമായിട്ടോ കൂട്ടിരിപ്പൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവരുടെ ചിലപ്പോൾ അബ്യൂസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് അതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. അങ്ങനെയുള്ള ആൾക്കാർ ജോലി ചെയ്യാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പോലുള്ള ഇന്ത്യക്കാരായാലും മറ്റുള്ള രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനത്തെ വെള്ളക്കാരെടുക്കാത്ത പണിക്ക് ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് അത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പരാതിപ്പെടാനോ പരിതപിക്കുന്നതിനകത്തോ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ബിക്കോസ് ഓഫ് യുവർ ചോയ്സ്. നിങ്ങളാണ് UK പോയത്. അപ്പം അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും നിങ്ങളെ ഒന്ന് അബ്ഡക്ട് ചെയ്ത് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതൊന്നുമല്ലല്ലോ. അപ്പം അതിനകത്ത് നമ്മളുടെ ചോയ്സിന്റെ പുറത്ത് നമ്മൾ പോയി, അല്ലെങ്കിൽ നമുക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ഒരു ഏജന്റിനെ കണ്ടുപിടിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏജൻസി പോയി, അല്ല നമ്മൾ തന്നെ സ്വന്തമായിട്ടുള്ള രീതിയിൽ വിസ എടുത്ത് നമ്മൾ പോയി. അതിനകത്ത് നമ്മളുടെ ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സിനകത്ത് ഇപ്പൊ എസ്പെഷ്യലി ഞാൻ ഈ പറയുന്ന സ്റ്റുഡൻസിന്റെ കാര്യമാണ്. സ്റ്റുഡൻസിന്റെ ഡിസിഷൻ എടുക്കുന്ന പ്രോസസ്സിന്റെ പുറത്ത് നമ്മൾ എപ്പോഴും അതിന്റെ വരും വരായികളെ പറ്റി ചിന്തിക്കാറില്ല. എപ്പോഴും എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡിന് മാത്രം ചിന്തിച്ച ശേഷം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തലയിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിറങ്ങുന്ന ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഡിപ്രഷൻ വരും. 100% ഡിപ്രഷൻ വരും. അതിൽ യാതൊരു സംശയവും ഇല്ല. ചിലപ്പം പഠിച്ച് തീരുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലിയല്ല ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ഉള്ള സാഹചര്യം വരുമ്പോഴത്തേക്ക് ഈ വലിയ എമൗണ്ട് കടം വാങ്ങിച്ചിട്ട് സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് ഈ ഒരു ഇഷ്ടപ്പെടാത്ത ജോലിയിൽ ഇവിടെ നിന്നാൽ തന്നെ അതിന് പ്രോസ്പെക്ട് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഒരു സാഹചര്യത്തില് പിന്നീട് ഇവിടെ എങ്ങനെ തുടരും എന്നതിനെ പറ്റിയൊക്കെ പല വിദ്യാർത്ഥികളും ഇപ്പൊ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കുറെ കുട്ടികൾ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പൊ അവരൊക്കെ യങ് ആണ്. അപ്പൊ അവർക്ക് തിരിച്ചു പോകാൻ അവർക്ക് പ്രശ്നമില്ല. ചിലപ്പോ അച്ഛനും അമ്മയും ബാധ്യതയൊന്നും ഇല്ലാത്ത പൈസയ്ക്ക് വന്നേയായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ ഒരു 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയൊക്കെ ആവും എന്തായാലും UK കാനഡയിലും ഒക്കെ പഠിക്കാൻ വരുന്നതിന് വേണ്ടിയിട്ട് അപ് ഫ്രണ്ട് നമുക്ക് കാശ് ചിലവാകും. അപ്പൊ നിങ്ങളുടെ ചോയ്സിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു, ലോൺ എടുത്ത് വന്നു. അപ്പം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പൈസയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ ജോലി സെറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു പോകാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ ഈ വലിയ എമൗണ്ട് കടമെടുത്ത് ഇവിടെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. വരും എന്ന് മാത്രമല്ല, ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഇവിടെ ഇപ്പം UK ഇതാണ് ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള UK ഒരു കോമൺ സിനാരിയോ. ഇനി ഈ വർക്ക് വിസ അല്ലെ കെയറർ വിസയുടെ പറ്റിയിട്ടുള്ളത് പറയാം. കാരണം ഏജൻസികൾക്ക് പൈസ കൊടുത്ത് ജോലി വിസ വാങ്ങിച്ച ശേഷം വന്ന ആ ഒരു വിഭാഗത്തെ പറ്റി നമ്മളോട് അഡ്രസ് ചെയ്യും. അങ്ങനത്തെ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ തീരെ യങ്ങോ അല്ലെങ്കിൽ ടീനേജിലുള്ള ആൾക്കാരൊന്നുമില്ല. അവർക്ക് കുറച്ചുകൂടെ വൈസ് ഡിസിഷൻ എടുത്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം ചോയ്സിന്റെ പുറത്ത് അല്ലെങ്കിൽ സ്വന്തം പണം മുടക്കി വന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പൊ അവർ ചിലപ്പോൾ റെഫറൻസ് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വഴി നാട്ടിൽ ഇപ്പം നഴ്സിംഗിലൊക്കെ ജോലി ചെയ്ത ശേഷം ചിലപ്പോൾ അവർക്ക് ഒരു IELTS ഹൈ സ്കോർ ഇല്ലാത്തതോ, അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാഗമായിട്ട് കുറച്ച് IELTS അങ്ങനത്തെ ഉള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളിനകത്തൊക്കെ കുറച്ച് അവര്
വാട്ടർ ഡൗൺ ചെയ്തതിന്റെ ഫലമായിട്ട് പല ആൾക്കാർക്കും ഈസിലി യു കെയിൽ വന്നെത്താൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കോവിഡിന് ശേഷം 2020 to 2023 വരെയാണ് ഇങ്ങനത്തെ ഒരു ഇൻഫ്ലക്സ് യു കെയിൽ ഉണ്ടായത്. അതിനുശേഷം അവര് റൂൾസ് എല്ലാം ചേഞ്ച് ചെയ്തു. 2024 ആയപ്പോഴത്തേക്ക് റൂൾസ് ചേഞ്ച് ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഡ്രാസ്റ്റിക്കലി ഈ കെയറർ വിസയുടെ എണ്ണം കുറഞ്ഞു. ഇപ്പൊ ഒരു കോൺടാക്സിൽ എടുത്ത് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2023 ഏകദേശം 1,60,000 കെയർ വിസ കൊടുത്തിട്ടുണ്ടെങ്കിൽ 2026 ആകെ കൊടുത്ത് 24,000 വിസയാണ്. അപ്പം അത്രയും റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നൊക്കെ യഥേഷ്ടം സ്പോസൽ വിസ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു പുതിയ വിവരം അനുസരിച്ച് ഇപ്പൊ 25,000 പൗണ്ട് എങ്കിലും മിനിമം സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പോസൽ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പം യു കെ നോക്കുന്നത് ഇപ്പൊ അവരുടെ മാർക്കറ്റ് ഓവർ ബർഡൻഡ് ആയി, ഹൈലി സാച്ചുറേറ്റഡ് ആയി. ഇനി എങ്ങനെയെങ്കിലും അവർ മൈഗ്രൻസിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, അവിടെ മറ്റുള്ള പല ഇഷ്യൂസും, ഗ്രൂമിംഗ് ഗ്യാങ് പോലത്തുള്ള പല ഇഷ്യൂസും അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്ക് യു കെ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും അവിടുത്തെ ഈ വാട്ടർ ഡൗൺ ചെയ്ത് ഇഷ്യൂ ഒന്ന് വാട്ടർ ഡൗൺ ചെയ്യാനാണ് ഇപ്പോഴത്തെ ലിബറൽ ഗവൺമെന്റ് നോക്കുന്നത്. അപ്പൊ അവർ അതിനെപ്പറ്റി നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കും. അപ്പൊ ഞാനിപ്പോ 2 സിനാരിയിലും പറഞ്ഞു, സ്റ്റുഡൻസിന്റെ കാര്യവും പറഞ്ഞു, ഇപ്പൊ കെയർ വിസയിൽ വന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ ഇടയ്ക്ക് BBC വന്ന വാർത്ത അനുസരിച്ചിട്ട് ഒരാളെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി നോൺ എക്സിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കെയർ ഹോമിന്റെ പുറത്ത് 15,000 പൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, ഏകദേശം 15 ലക്ഷത്തോളം രൂപ വാങ്ങിച്ച ശേഷം അവിടെ വന്നിട്ട് ജോലിയും അങ്ങനെ ഒരു സ്ഥാപനവും ഇല്ല എന്നുള്ള രീതിയിൽ ഒരു പറ്റിക്കപ്പെട്ടു എന്നൊക്കെ ഉള്ള ഒരു വാർത്തയാണ്. ഒരു ചെറിയൊരു വീഡിയോ BBC വന്നിട്ടുണ്ട്. അതിന്റെ തന്നെ ഒരു ന്യൂസും വന്നിട്ടുണ്ട്. അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ലോകത്താകമാനം ഇപ്പം അതൊരു വൈറലായിട്ട് മാറി, ആ ഒരു വീഡിയോയും ആ ഒരു ന്യൂസും ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് യു കെയിലെ തന്നെ ഏജൻസികളുണ്ട്. പിന്നെ അവര് നിയമങ്ങൾ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പം നേരത്തെ NHS ജോലി കിട്ടുന്ന നഴ്സുമാർക്ക് ഫുള്ള് പൈസയും അവിടുത്തെ ഗവൺമെന്റ് തന്നെ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കെയർമാൻ സംബന്ധിച്ചിടത്തോളം ഈ ഏജൻസികൾ പലരും പലരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ടാണ് കൊണ്ടുപോയിരുന്നത്. കെയർമാർക്ക് അങ്ങനത്തെ ഒരു സ്കീം ഇല്ലായിരുന്നു. അപ്പം ഇനിയിപ്പോ കെയർമാരെ റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് ചെയ്ത ശേഷം പൈസ ആ എംപ്ലോയർ ബോൺ ചെയ്യണം. അതിനുശേഷം ഇവിടുന്ന് ആൾക്കാരെ അവരുടെ ഒരു പേഴ്സണൽ എക്സ്പെൻസ് ഒഴിച്ച് ബാക്കി ഒരു പൈസ ഇത് ഈടാക്കാൻ പാടില്ല. അപ്പൊ അവർക്ക് ആളെ വേണമെന്നുണ്ടെങ്കിൽ, യു കെയിലേക്ക് ആളെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നല്ല ആൾക്കാരെ അവരിവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്ത് മെറിറ്റുള്ള ആൾക്കാരെ കൊണ്ടുപോവുക. പകരം ഈ പറഞ്ഞ പോലെ ലോവറിംഗ് ഓഫ് ദ സ്റ്റാൻഡേർഡ് നടത്തിയ ശേഷം മെറിറ്റ് ഇല്ലാത്ത ആൾക്കാരെ കാശ് വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയ ശേഷം അവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ കുഴപ്പത്തിലാക്കിയതിനകത്ത് ഗവൺമെന്റിന്റെ ഒരു ശ്രദ്ധക്കുറവുണ്ടെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം യു കെ ഗവൺമെന്റ് വ്യക്തമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള അന്വേഷണങ്ങളും യു കെ ഗവൺമെന്റ് നടത്തിയ ശേഷം ഇപ്പൊ അവിടെ കുടുങ്ങിക്കിടക്കുന്നു അല്ലെ അങ്ങനെയുള്ള മലയാളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് നിയമസഹായം തേടിയ ശേഷം അവർ മടങ്ങി വരാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ജഗത്തിന്റെ അവസാനത്തെ ഒരു ചോദ്യം കൂടി, അതായത് ഇപ്പോ പോകാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഇന്ത്യ നല്ലൊരു മാർക്കറ്റ് ആയതുകൊണ്ട് അവരുടെ ഓഫീസുകൾ അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ഇവിടെ ധാരാളമായി ഉണ്ട്. ഇവിടുത്തെ ഏജൻസികളുമായി അവർക്ക് ടൈപ്പ് ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊരു പ്യുവർ ബിസിനസ് ആണ്. ഇനി പോകാൻ നിൽക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ ഉണ്ടാകും. ഈവൻ ആഫ്റ്റർ +2 ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും. IELTS കഴിഞ്ഞവരുണ്ടാകും, കഴിയാതെ പോകാൻ നിൽക്കുന്നവരുണ്ടാകും, എങ്ങനെയെങ്കിലും വീട് രക്ഷപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ഇങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് ജഗത്തിന് പറയാനുള്ളത്? നമ്മളിപ്പോ +2 ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസോ യാതൊരു വിധത്തിലുള്ള ലാംഗ്വേജ് സ്കില്ലോ യാതൊരു വിധത്തിലുള്ള ലൈഫ് സ്കില്ലോ സോഫ്റ്റ് സ്കില്ലോ ഒന്നും ഇല്ലാതെ നമ്മൾ യു കെയിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കാനഡയിലോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പഠിക്കാൻ പോകുന്നതിനകത്ത് വളരെ ഒരു പ്രതിസന്ധി അതിനകത്തുണ്ട്. ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ +2 കഴിഞ്ഞ കുട്ടികൾ, ഞാൻ ഇതിന് മുന്നേ തന്നെ ഒരു കാനഡ ബേസ്ഡ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലൊക്കെ കഴിക്കുന്ന സ്വന്തം പാത്രം പോലും കഴുകി വെക്കാത്ത പിള്ളേരെയൊക്കെ യു കെയിലോട്ടൊക്കെ പറഞ്ഞു വിട്ട് 10-15 ലക്ഷം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ വീട് പണയം വെച്ചിട്ടായിരിക്കും പറഞ്ഞു വിടുമ്പോഴത്തേക്ക് അവരവിടെ ചെന്നിട്ട് അവരുടെ സ്വന്തം ലൈഫ് മുന്നോട്ട് നീക്കണമെങ്കിൽ തന്നെ ഏതെങ്കിലും വീട്ടിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് പാത്രം കഴുകുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള കെയർ ഹോമിൽ പോയിട്ട് ആൾക്കാർക്ക് പേഴ്സണൽ ഹൈജീൻ വർക്ക് ചെയ്യാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് അത് ഡൈജസ്റ്റ് ആവുന്ന ഒരു ഇതാവത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ യു നീഡ് ടു അക്വയർ സം ബേസിക് ലൈഫ് സ്കിൽ. അതായത് നിങ്ങൾ കുറച്ച് ബേസിക് ലൈഫ് സ്കിൽസ് മിനിമം നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഒരു സിവിക് സെൻസ് നിങ്ങൾക്ക് വേണം. ഒരു ഡെവലപ്ഡ് രാജ്യത്ത് പോകുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് പോലും പല ആൾക്കാർക്കും അറിയത്തില്ല. നമ്മള് ഇപ്പം ഇവിടെ കാനഡയോ UK ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എത്തിക്കേറ്റ്സ് ഇല്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബേസിക് ആയിട്ട് റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സമൂഹമാണ്, എസ്പെഷ്യലി ഡെവലപ്ഡ് വേൾഡിൽ. എല്ലാവർക്കും സുമോട്ടോ ഒരു റെസ്പെക്ട് കിട്ടും. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്
ടു ഏൺ ഡിസ്റെസ്പെക്ട് ഇൻ ദിസ് കമ്മ്യൂണിറ്റി. അപ്പൊ നമ്മൾ ഇവിടെ വന്ന ശേഷം നമ്മൾ ഡിസ്റെസ്പെക്ട് വാങ്ങിക്കുകയാണ്, നമ്മൾ ഇവിടുത്തെ കൾച്ചറുമായിട്ട് അസിമിലേറ്റ് ചെയ്യാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ടുള്ള കൾച്ചറൽ നോംസിനെ നമ്മൾ ബഹുമാനിക്കാതെ ഇവിടെ വന്ന് നമ്മൾ ഡിസ്റെസ്പെക്ട് ഏൺ ചെയ്യാണ്. ഈ ഏൺ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ലൈഫ് സ്കില്ലോ സിവിക് സെൻസോ ലൈഫ് ലെസൺസോ അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഇവിടെ വന്ന്, ഞാൻ അവരെ കുറ്റം പറയുമല്ല. സി, നമ്മുടെ നാട്ടിലെ സോഷ്യൽ കണ്ടീഷനിങ് അങ്ങനെയാണ്, നമ്മുടെ ഫാമിലി കണ്ടീഷനിങ് നമുക്ക് അങ്ങനെയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ജോബിന് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ ആ ജോബിന് ഒരു റെസ്പെക്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതിപ്പോ ഇറസ്പെക്റ്റീവ് യുവർ കെയർ ഗീവർ ഓർ മേ ബി എ ഹോട്ടൽ ഹൗസ് കീപ്പർ അല്ലെ ഒരു സെർവറോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യങ്ങൾ തരുന്ന ഒരു പ്രോസ്പെക്ട് എന്ന് വെച്ചാൽ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ജോബ് ചെയ്ത് ഡീസെന്റ് ആയിട്ടുള്ള ഒരു സാലറിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനല്ല. ഒരു ഹോട്ടലിലെ ജോലിക്കാരൻ എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അവന് വളരെ പുച്ഛത്തോടാണ് കാണുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു ജോലി എന്നുള്ളത് ഒരു മെക്കാനിക്ക് അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഒരു ലേബർ ജോബ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ലേബറിനൊക്കെ നമ്മുടെ നാട്ടിൽ എന്ത് ബഹുമാനം കൊടുക്കുന്നുണ്ട്? ഒരു ബഹുമാനം ആരും കൊടുക്കുന്നില്ല. പക്ഷേ ഈ UK അല്ലെന്നുണ്ടെങ്കിൽ കാനഡ അല്ലെ US പോലത്തുള്ള ഡെവലപ്ഡ് എക്കണോമീസിലെല്ലാം എല്ലാ ലേബറിനും ഒരു റെസ്പെക്ട് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു റെസ്പെക്ട് ഉണ്ടെന്നുള്ള ഒരു ബേസിക് കാര്യം പോലും നമുക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ആണെന്നുള്ള ഒരു ബേസിക് കാര്യം പോലും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഇവിടെ വന്ന ശേഷം അവർ ഈ സോഷ്യൽ മീഡിയയിലെയും റീൽസിന്റെയും ടിക്ടോക്കിന്റെയും ഒക്കെ ലോകത്തുനിന്ന് റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരിക്കും അത്. അതുകൊണ്ട് ഞാൻ ആ ചെറിയ കുട്ടികള് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നാട്ടിൽ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുക. പ്ലസ് ടു ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിൽ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോളേജിൽ പോയി, അധികം പണമൊന്നും ഇല്ലാത്തവരൊക്കെയാണ് നാട്ടിൽ ഏതെങ്കിലും കോളേജിൽ പോയി BSc അങ്ങനത്തുള്ള ഏതെങ്കിലും കോഴ്സ് പഠിക്കുക. ഒരു 3 വർഷമൊക്കെ നമ്മൾ ആ കോഴ്സ് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറിയ പൈസ കൊടുത്ത കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് ശരിക്കും ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഡിസ്ട്രാക്ഷനിലോട്ടൊന്നും പോവാതെ നിങ്ങൾ ശരിക്കും ഇത് പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങിച്ച്, അരിയേഴ്സ് ഒന്നും ഇല്ല, നല്ലൊരു മാർക്കൊക്കെ വാങ്ങിച്ച ശേഷം നിങ്ങൾ ആ കിട്ടിയ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ട് എവിടെങ്കിലും കേരളത്തിന് പുറത്ത്, കേരളത്തിനകത്ത് നമുക്ക് പ്രൈവറ്റ് ജോബ്സ് കിട്ടാൻ പാടാണ്, പക്ഷെ കേരളത്തിന് പുറത്ത് ഇഷ്ടംപോലെ സ്ഥലത്ത് പോയാൽ പ്രൈവറ്റ് ജോബ്സ് ഒക്കെ കിട്ടും. ഇപ്പൊ ബാംഗ്ലൂരോ അല്ലെന്നുണ്ടെങ്കിൽ പൂനെ അല്ലെ ഹൈദരാബാദ് ഒക്കെ പോലെ സിറ്റികളിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് ലൈഫ് സ്കിൽസ് എസ്പെഷ്യലി ഇംഗ്ലീഷ് ഒക്കെ അത്യാവശ്യം സംസാരിക്കാൻ ഇതിനുള്ളിൽ പഠിക്കുക, ഇംഗ്ലീഷ് നല്ല ഒരു കൈമുതലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോബ് എവിടെയെങ്കിലും കിട്ടും. അങ്ങനെ ഒരു ജോബ് കിട്ടി ഒരു 2 years ഒക്കെ വർക്ക് ചെയ്ത്, അതായത് നിങ്ങളൊരു പ്ലസ് 2 ഒക്കെ കഴിയുമ്പോൾ ഒരു 18 വയസ്സ് കാണും, ഒരു 3 വർഷം ഒരു ഡിഗ്രി പഠിച്ചു, അതിനുശേഷം ഒരു 2 വർഷം എവിടെയെങ്കിലും പോയി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടി, കുറച്ച് പൈസയൊക്കെ നമ്മുടെ കയ്യിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു 10, 23, 24 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ലൈഫ് എക്സ്പീരിയൻസ്, കുറച്ച് സോഷ്യൽ സ്കില്ലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് UK അല്ലെ കാനഡയോ എന്നുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ സ്വന്തം നോളജും നമ്മുടെ സ്വന്തം സ്കില്ലും വെച്ച ശേഷം നമുക്ക് കിട്ടാവുന്ന ചാൻസുകൾ എന്തൊക്കെയാണ് നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോ നമുക്ക് അടുത്ത ബന്ധുക്കളോ ആരെങ്കിലും കൂടെ അവരോട് നമ്മൾ അന്വേഷിക്കുക എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ളത്. അല്ലാതെ ഏജൻസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഏജൻസ് എല്ലാം ബേസിക്കലി അവർക്ക് ഒന്നുകിൽ നമ്മുടെ കയ്യിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കയ്യിൽ നിന്നോ അവരെന്തായാലും പൈസ വാങ്ങിച്ചു. ഇഫ് എനിത്തിങ് ഈസ് ഫ്രീ യു ആർ ദ പ്രൈസ് എന്ന് അത് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പം നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെ തന്നെ കൊണ്ടുപോയി ആർക്കും വിൽക്കാതിരിക്കുക, ലൈഫ് സ്കില്ല് നേടുക, കാര്യങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് മനസ്സിലാക്കുക, കുറച്ചുനാൾ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ സ്ഥിതിഗതികൾ മോശമായിരിക്കും, വീട്ടിൽ നമുക്കൊരു ഉന്നമനം കാണത്തില്ലായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു പഠിച്ചിട്ട് ജോലി കിട്ടാത്ത ഒരു സാഹചര്യം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ പ്ലസ് 2 കഴിഞ്ഞു അതിനുശേഷം ഡിഗ്രിക്ക് പോയി അതിനുശേഷം എന്തെങ്കിലും ഒരു ജോലി കിട്ടി, വലിയ കടബാധ്യതകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ പ്ലസ് 2 കഴിഞ്ഞു, നിങ്ങൾ വലിയ ബാധ്യത എടുത്തു, വലിയ ലോൺ എടുത്തു, അതിനുശേഷം അവിടെ ചെന്നു ജോലിയില്ല, ലൈഫ് സ്കില്ലില്ല, ഒന്നുമില്ല. ഇപ്പൊ അന്ന് ആ കുട്ടിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി തിരിച്ചു വന്നതിന്റെ കാരണം വെച്ചാൽ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ചെന്ന ശേഷം ആ കുട്ടിക്ക് ആ ജോബ് മാർക്കറ്റിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ ജോബ് മാർക്കറ്റിന്റെ അത്രയും ഡിമാൻഡിൽ ഉള്ള ആ ഒരു ജോബ് മാർക്കറ്റിന്റെ ഒരു സപ്ലൈ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള സ്കില്ല് കുറഞ്ഞ ആൾക്കാർ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അവിടെയുള്ള എംപ്ലോയീസ് ആവശ്യപ്പെടുന്ന ഹൈ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സ്കിൽസ് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടത്തില്ല. എന്ത് ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് അവിടെ പോയി ക്യൂ നിൽക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ കാനഡയിലൊക്കെ ടിം ഹോട്ടോൺസിലൊക്കെ ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇന്ത്യക്കാർ സ്റ്റുഡൻസ് ഒക്കെ ജോലി ചെയ്യുന്നത്. ഒരു ടിം ഹോട്ടോൺസിന്റെ ഒക്കെ വേക്കൻസി വരുമ്പോഴത്തേക്ക് 1 കിലോമീറ്റർ ഒക്കെ സ്റ്റുഡൻസ് ക്യൂ നിൽക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഒരു വർഷം മുന്നേ ഇവിടെ ഭയങ്കര വൈറലായിട്ട് ഉണ്ടായിരുന്നു. കാരണം മറ്റുള്ള ജോലികൾക്കൊന്നും പോകാൻ സ്കില്ലില്ലാത്ത കാരണം ഇങ്ങനത്തെ ജോബിന് പോയിട്ട് കുട്ടികൾ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഉള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക, കുറച്ച് ലൈഫ് സ്കിൽസ് നേടുക, കടം വാങ്ങിച്ച് വരാതിരിക്കുക, കഴിവതും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വരിക, അല്ലെന്നുണ്ടെങ്കിൽ കുറെ നാൾ ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച ശേഷം അന്നത്തെ സാഹചര്യം നോക്കിയ ശേഷം
ഇവിടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വരാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ആവുന്ന ഒരു ജോബ് നാട്ടിൽ തന്നെ കിട്ടും. കാരണം UK ഇല്ല, കാനഡ ഇല്ല, അല്ലെ അവിടെ ഒന്നും പോയില്ല എന്നുണ്ടെങ്കിലും ആരും പട്ടിണി കിടന്ന് മരിച്ചു കിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ജോബ് നാട്ടിൽ കിട്ടും. അതിനുള്ള സ്കിൽസ് നിങ്ങൾ അക്യൂർ ചെയ്യും. ആ സ്കില്ല് നിങ്ങൾക്ക് നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ബെറ്റർ പ്രോസ്പെക്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങളായിട്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നല്ല നേട്ടം ഉണ്ടാവും. അങ്ങനെ നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഏജൻസികളുടെ വലയിൽ പോയി വീണ് ഡോണ്ട് സെൽ യുവർ സെൽഫ്. നിങ്ങൾ മാതാപിതാക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും എപ്പോഴും കാര്യങ്ങൾ ആലോചിച്ച് കണ്ട് മാത്രം ചെയ്യുക. പിന്നെ ഈ കുട്ടികളുടെ ഒരു നിർബന്ധത്തിന് ഇപ്പം പേരൻസ് ഇപ്പം വശംവദരാകുന്നുണ്ട്. കാരണം കുട്ടികൾ ഇങ്ങനെ പറയും എനിക്ക് ഇവിടെ നിൽക്കേണ്ട, എന്റെ സുഹൃത്ത് പോയി, അവര് പോയി, ഇവര് പോയി എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ പ്രഷർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും കാണത്തില്ലായിരിക്കും. അവർക്ക് അത്ര വലിയ രോഗപരിജ്ഞാനം ഒന്നും ഇല്ലാത്തവരാകുമ്പോൾ മക്കളുടെ ഈ ഒരു പ്രഷർ കണ്ട ശേഷം ചിലപ്പോൾ അവരൊന്ന് കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ വീട് പണയപ്പെടുത്തിയോ ഒക്കെ ചില കുട്ടികൾ വിടും. അങ്ങനൊന്നും ഒരു പെർസ്യുവേഷനും പേരൻസ് നിൽക്കരുത്. കുട്ടികൾ അങ്ങനെ പല കാര്യങ്ങളും പറയും. പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. എല്ലാവർക്കും എല്ലാ വിവരങ്ങളും യൂട്യൂബിനകത്തോടെ അതിനകത്തൊക്കെ നമുക്ക് ലഭ്യമാണ്. നിങ്ങൾ ശരിക്കും സമയം എടുക്കുക. കാരണം 15 ലക്ഷം 20 ലക്ഷം എന്നൊക്കെയുള്ള വലിയ എമൗണ്ട് ആണ്. അതെടുത്ത് ചെലവാക്കിയിട്ട് പിന്നെ അവസാനം ഇവിടെ വന്ന് കൈയും കാലും ഇട്ട് അടിച്ച ശേഷം പിന്നെ തിരിച്ചു വന്നിട്ട് കരയുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല. കരയാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അതാണ് കരയുന്നതിനെക്കാട്ടി നല്ലത്. തീർച്ചയായിട്ടും ജഗത് എന്തായാലും വളരെ വ്യക്തമാണ്. UK യിലേക്ക് പോകാൻ ഇതാ ഇപ്പോഴും ലിസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. നിരവധി ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ കാനഡയെ കുറിച്ച് സംസാരിച്ചു, അതിനുശേഷം നമ്മളോട് വന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഇതൊക്കെ മൈൻഡ്ഫുൾ ആയിരിക്കുക. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. വലിയ തുകകൾ കൊടുത്തതിന് ശേഷം ഒരു സ്കാമിലേക്കാണോ പോകുന്നത്? നിങ്ങൾക്ക് ബെറ്റർ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ മേടിക്കുന്ന ജോലിയാണോ, അതോ പഠിക്കാൻ പോകുന്നു എന്ന വ്യാജേന എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചാൽ മതിയോ, അതോ കുറച്ചുകൂടെ ലൈഫ് സ്കിൽസ് ഒക്കെ നേടിയതിനു ശേഷം ബെറ്റർ ഒരു ഓപ്ഷൻ ആയിട്ട് ഒരു എന്താ പറയാ സ്കെയിലപ്പിന്റെ ഒരു ഭാഗമായി വിദേശത്തേക്ക് പോകണോ എന്നൊക്കെ സ്വയം വിലയിരുത്തുക, ചിന്തിക്കുക. ഒരുപാട് നന്ദി ജഗൻ. താങ്ക് യു. താങ്ക് യു.